മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. നീണ്ട 1.5 വർഷത്തെ പദ്ധതി. ഏറെക്കാലമായി ഈ ഒരു ദിവസത്തിന് വേണ്ടിയിട്ടാണ് ഉക്രൈൻ കാത്തിരുന്നത്. റഷ്യയുടെ തന്ത്രപ്രധാന കേന്ദ്രങ്ങളെയൊക്കെ തന്നെ, വ്യോമ പ്രതിരോധ ശൃംഖലകളെയൊക്കെ തന്നെ കണ്ണുവെട്ടിച്ചുകൊണ്ട്, പ്രധാനപ്പെട്ട വ്യോമത്താവളങ്ങളെ തകർത്തുകൊണ്ട് ഓപ്പറേഷൻ സ്പൈഡർ വെബ് വിജയകരമായി പൂർത്തീകരിച്ചുവെന്ന് ഉക്രൈനിയൻ പ്രസിഡന്റ് വോളോഡിമിർ സെലൻസ്കി പറയുമ്പോഴും നാറ്റോ രാജ്യങ്ങൾക്ക്, ജർമ്മനിക്ക്, അതുപോലെ തന്നെ മറ്റു രാജ്യങ്ങൾക്ക് ഏറ്റവും വലിയൊരു മുട്ടടി ഉണ്ടായിരിക്കുന്ന ഒരു സാഹചര്യമാണ്. കാരണം അതീവ രഹസ്യമായി റഷ്യയുടെ കണ്ണ് വെട്ടിച്ച് ഇങ്ങനെ ഒരു നീക്കം നടത്തിയപ്പോൾ, ഒരു സർജിക്കൽ സ്ട്രൈക്ക് റഷ്യയ്ക്ക് മേൽ നടത്തിയപ്പോൾ കലിതുള്ളി നിൽക്കുന്ന പുടിൻ ഇനി എന്തും ചെയ്യാൻ മടിക്കില്ല എന്നുള്ള സൂചനയാണ് ലഭിച്ചിരിക്കുന്നത്. സർവനാശത്തിനായി പുടിൻ രംഗത്തിറങ്ങുമോ എന്ന ഭയം ഇതിനോടകം തന്നെ പുറത്ത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ ഉക്രൈൻ ഒതുക്കിയ ഈ ചിലന്തി വലയിൽ കുടുങ്ങിയ റഷ്യയ്ക്ക് ഇനി മറ്റ് നിവൃത്തിയൊന്നും തന്നെ, മറ്റ് നിർവാഹമൊന്നും തന്നെ ഇല്ലെങ്കിൽ ആണവ കലവറ തന്നെ തുറക്കുമെന്നാണ് സൂചന ലഭിക്കുന്നത്. ഞായറാഴ്ചയായിരുന്നു റഷ്യയ്ക്ക് കനത്ത പ്രഹരം ഉക്രൈൻ്റെ ഭാഗത്തു നിന്നും നേരിടേണ്ടി വരുന്നത്. ഇതുവരെ ഉക്രൈൻ നടത്തിയിട്ടുള്ളതിൽ വെച്ചും ഏറ്റവും പ്രഹരശക്തിയേറിയ, ഏറ്റവും മാരകമായ ഒരു ഡ്രോൺ ആക്രമണം തന്നെയാണ് ഇപ്പോൾ അഭിമുഖീകരിച്ചിരിക്കുന്നത്. കോടാനുകോടി ഡോളർ വിലമതിക്കുന്ന അതീവ തന്ത്രപ്രധാനമായ പല മേഖലകൾ തന്നെയാണ് റഷ്യയ്ക്ക് നഷ്ടമായിരിക്കുന്നത്. റഷ്യയുടെ ആകാശക്കരുത്തിനെ വെല്ലുവിളിക്കുന്ന തരത്തിൽ തന്നെയാണ്, റഷ്യയുടെ വ്യോമ സംവിധാനങ്ങളെ താറുമാറാക്കുന്ന തരത്തിൽ തന്നെയാണ് ഉക്രൈൻ ഇപ്പോൾ ഈ ആക്രമണം നടത്തിയത്. പോർമുനകളും യുദ്ധവിമാനങ്ങളും ഒക്കെ തന്നെ തകർത്തെറിഞ്ഞുകൊണ്ട് പോയിരിക്കുന്ന ഈ ആക്രമണത്തിൽ റഷ്യയെ സംബന്ധിച്ച് നികത്താനാകാത്ത നഷ്ടം തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഉക്രൈൻ വളരെ വിജയകരമായി ഈ ആക്രമണ പദ്ധതി നടപ്പിലാക്കിയതിന് പിറകെ ഏറ്റവും വലിയൊരു മുന്നറിയിപ്പാണ് ജർമ്മനി നൽകിയിരിക്കുന്നത്. വളരെ ജാഗ്രതയോടെ 4 പതിറ്റാണ്ടിനിടയിൽ അഭിമുഖീകരിക്കുന്നതിൽ വെച്ചും ഏറ്റവും വലിയൊരു ക്രൂഷ്യലായ ഒരു സാഹചര്യത്തിലൂടെയാണ് നാം കടന്നു പോകുന്നതെന്ന താക്കീതാണ് നൽകിയിരിക്കുന്നത്. ഈ ആക്രമണത്തിൽ റഷ്യയുടെ 34% മിസൈൽ വിക്ഷേപണ ശേഷിയാണ് ഉക്രൈൻ തകർത്ത് തരിപ്പണമാക്കിയത്. പുടിനാകട്ടെ ഇതൊന്നും കൊണ്ട് അടങ്ങില്ല എന്നുള്ളത് വ്യക്തമായ സൂചന ഇതിനോടകം തന്നെ നൽകിയിട്ടുണ്ട്. പുടിനെ സംബന്ധിച്ച് ഇതുവരെ അഭിമുഖീകരിക്കേണ്ടി വന്ന ഏറ്റവും വലിയ തോൽവിയായി തന്നെയാണ്, ഏറ്റവും വലിയ നാണക്കേടായി തന്നെയാണ് ഇതിനെ നോക്കിക്കാണുന്നത്. റഷ്യയുടെ കരുത്തരായ, ഇന്ത്യക്കടക്കം പ്രതിരോധ കവചം തീർത്ത S-400-ഉം S-300-ഉം ഒക്കെയുള്ള വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുടെ കണ്ണു വെട്ടിച്ചുകൊണ്ടാണ് ഈ നീക്കം ഉണ്ടായിരിക്കുന്നത്. റഷ്യയെ സംബന്ധിച്ച് അവയുടെ പ്രതിരോധ ശേഷിക്ക് തന്നെ വലിയൊരു നാണക്കേടാക്കി ഇത് മാറ്റിയിട്ടുണ്ട്. റഷ്യയുടെ സുരക്ഷാ സംവിധാനങ്ങളെ ഒക്കെ തന്നെ ഭേദിച്ചുകൊണ്ട് എങ്ങനെയാണ് ഉക്രൈനിയൻ ഡ്രോണുകൾ അകത്ത് കടന്നത് എന്നുള്ള കാര്യം ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. സൈബീരിയയിൽ നടത്തിയ വലിയൊരു ആക്രമണം ഇത് ലോകത്തെ ആകമാനം ഞെട്ടിച്ച ഒരു സംഭവമാണ്. ഇതിൽ നിന്നും കരകയറുക എന്ന് പറയുന്നത് അതീവ ദുഷ്കരമായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്. അതുകൊണ്ട് അതിശക്തമായ മാരകമായ തിരിച്ചടി ഉക്രൈനിനി നേരിടേണ്ടി വരുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. സർവനാശത്തിന് വേണ്ടി പുടിൻ രംഗത്തിറങ്ങുമെന്നാണ് നാറ്റോ രാജ്യങ്ങൾ ഭയക്കുന്നത്. കാരണം ഉക്രൈന് നേരെ ആക്രമണം കടുപ്പിക്കുമ്പോൾ അത് നാറ്റോ രാജ്യങ്ങൾക്ക് നേരെ തന്നെ ഒരു യുദ്ധപ്രഖ്യാപനം നടത്താൻ സാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. കാരണം ഉക്രൈന് ഈ ഒരു പദ്ധതി നടപ്പിലാക്കാൻ നാറ്റോ രാജ്യങ്ങളുടെ സഹായം, അകമഴിഞ്ഞ പിന്തുണ അത് ലഭിച്ചുവെന്ന് തന്നെയാണ് പുടിനും വിശ്വസിക്കുന്നത്. ജർമ്മനിയുടെ സൈനിക മേധാവി ജനറൽ കാസ്റ്റൻ ബ്രൂയാണ് നാറ്റോ സഖ്യരാജ്യങ്ങൾ ജാഗ്രത പാലിക്കണമെന്നുള്ള മുന്നറിയിപ്പ്, താക്കീത് ഈ ഘട്ടത്തിൽ നൽകുന്നത്. 40 വർഷത്തെ തന്നെ സൈനിക ജീവിതത്തിൽ ഇങ്ങനെ ഒരു ഭീഷണി അടുത്തൊന്നും തന്നെ ഈ മേഖലയിൽ ഉണ്ടായിട്ടില്ല എന്നാണ് അദ്ദേഹം എടുത്തു പറയുന്നത്. അത്രയധികം വളരെ ഗുരുതരമായിട്ടുള്ള ഒരു വിഷയമാണ് ഉക്രൈൻ നിലവിൽ ചെയ്തിരിക്കുന്നത്. റഷ്യ ഉക്രൈൻ സംഘർഷം അവസാനിപ്പിക്കാൻ വേണ്ടി തുർക്കിയിൽ ഇന്ന് സമാധാന ചർച്ചകൾ തുടങ്ങാനിരിക്കുമ്പോൾ തന്നെയാണ് റഷ്യൻ വ്യോമതാവളങ്ങളെ തന്നെ തകർത്തുകൊണ്ട് ഉക്രൈൻ ഇങ്ങനെ ഒരു അതിഭീകര, അതിമാരക ആക്രമണം നടത്തിയിരിക്കുന്നത്. പക്ഷേ ഈ ആക്രമണത്തെ സാധൂകരിച്ചുകൊണ്ട് തന്നെയാണ് സെലൻസ്കി രംഗത്ത് വന്നിരിക്കുന്നത്. അർഹിച്ച ആക്രമണമെന്ന് തന്നെയാണ് സെലൻസ്കി എക്സ് പോസ്റ്റിലൂടെ പങ്കുവച്ചിരിക്കുന്നത്. സെലൻസ്കിയുടെ പോസ്റ്റിന്റെ പ്രധാനപ്പെട്ട ചില ഭാഗങ്ങൾ ഇങ്ങനെയാണ്: വളരെ തന്ത്രപൂർവമായ ഒരു നീക്കം ഞങ്ങൾ നടത്തി. ഉക്രൈനെ ആക്രമിക്കാൻ ഉപയോഗിച്ച ആയുധങ്ങളെ മാത്രം ഇല്ലാതാക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ട് ശത്രുവിന്റെ മടയിൽ നടത്തിയ ഒരു സ്ട്രാറ്റജിക് ഓപ്പറേഷൻ. റഷ്യയ്ക്ക് കാര്യമായ നഷ്ടം നേരിട്ടു. അതൊക്കെ തന്നെ അവർ അർഹിച്ചതും ന്യായീകരിക്കാൻ കഴിയാത്തതുമാണ്. കഴിഞ്ഞ ദിവസം 500-ലധികം റഷ്യൻ ഡ്രോണുകളാണ് ഉക്രൈനിൽ വന്ന് പതിച്ചത്. ഓരോ ആഴ്ചയും അവർ ഉപയോഗിക്കുന്ന ഡ്രോണുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നു. ഞങ്ങൾ ആരെയാണ് നേരിടുന്നത് എന്നുള്ള തക്കതായ ബോധ്യം ഞങ്ങൾക്കുണ്ടെന്നും ഞങ്ങൾക്ക് പറ്റുന്നിടത്തോളം പ്രതിരോധിക്കുക തന്നെ ചെയ്യുമെന്നും സെലൻസ്കി പറയുന്നു. ഞങ്ങൾക്ക് ഈ യുദ്ധം ഒരു നിമിഷം പോലും തുടരണമെന്ന് ആഗ്രഹമില്ല. ഞങ്ങൾ വെടിനിർത്തലിന് റഷ്യയെ സമീപിച്ചിരുന്നു. മാർച്ച് 11 മുതൽ തന്നെ പൂർണ്ണ വെടിനിർത്തലിനുള്ള അമേരിക്കയുടെ പ്രമേയം ഇപ്പോഴും ആ മേശപ്പുറത്തുണ്ടെന്നാണ് സെലൻസ്കി കൂട്ടിച്ചേർക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ നിന്നും പിന്മാറിയില്ലെങ്കിൽ ഇതുപോലെ അതിമാരകമായ തിരിച്ചടി ഉക്രൈൻ്റെ ഭാഗത്തു നിന്നും ലഭിക്കുമെന്നാണ് സെലൻസ്കിയുടെ ഭീഷണി.
റഷ്യ ഉക്രൈൻ സംഘർഷ മേഖലയിൽ നിന്നും ഏകദേശം 4300 കിലോമീറ്റർ അകലെ സൈബീരിയയിലെ ബെലായ് വ്യോമത്താവളവും പടിഞ്ഞാറൻ അതിർത്തിയിൽ നിന്നും 2000 കിലോമീറ്റർ അകലെയുള്ള ഒലെന്യ വ്യോമത്താവളവുമാണ് ഓപ്പറേഷൻ സ്പൈഡർ വെബ് എന്ന് പേരിട്ടിരിക്കുന്ന ദൗത്യത്തിലൂടെ ഉക്രൈൻ സെക്യൂരിറ്റി സർവീസിന്റെ ആക്രമണത്തിന് ഇരയായി മാറിയത്. ഈ ആക്രമണത്തിനായി ഉപയോഗിച്ച ഫസ്റ്റ് പേഴ്സൺ വ്യൂ ഡ്രോണുകൾ നേരത്തെ തന്നെ റഷ്യയിലേക്ക് കടത്തിയിരുന്നു. മുന്നിൽ ക്യാമറകൾ ഘടിപ്പിച്ചതാണ് ഈ ഡ്രോണുകൾ. ഈ ക്യാമറകളിൽ നിന്നുള്ള ദൃശ്യങ്ങൾ ഗൂഗിളിലൂടെ ഡ്രോൺ പ്രവർത്തിക്കുന്നയാൾക്ക് കാണാനും അതനുസരിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങാനുമായി സാധിക്കും. ഒരു വീഡിയോ ഗെയിം കളിക്കുന്നത് പോലെ തന്നെ, അത് പ്രവർത്തിപ്പിക്കുന്നത് പോലെ തന്നെ ഈ ഡ്രോണിനെ ചലിപ്പിക്കാൻ സാധിക്കും. റഷ്യയിലെത്തിച്ച ഡ്രോണുകൾ അവിടെ തയ്യാറാക്കിയിരുന്ന ട്രക്കുകളുടെ ക്യാബിന്റെ മേൽക്കൂരയ്ക്കടിയിൽ ഒളിപ്പിച്ചു വെച്ചുകൊണ്ടാണ് കടത്തിയത്. ഈ റിമോട്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് ക്യാബിനുകളുടെ മേൽക്കൂര തുറന്ന് ഡ്രോണുകൾ പറന്നുയർന്ന് ലക്ഷ്യസ്ഥാനത്ത് പോയി ഭീകരാക്രമണം നടത്തുകയായിരുന്നു ചെയ്തത്. ട്രക്കുകളിൽ കറുത്ത നിറത്തിലുള്ള ഡ്രോണുകൾ ഒളിപ്പിച്ച ചില ചിത്രങ്ങൾ ഉക്രൈനിയൻ ഫോഴ്സ് തന്നെ ഇതിനോടകം തന്നെ പുറത്തുവിട്ടിട്ടുണ്ട്. വ്യോമതാവളങ്ങൾക്ക് ഏറ്റവും അടുത്ത് നിന്ന് തന്നെ ഈ ഡ്രോണുകൾ വിക്ഷേപിക്കാൻ കഴിഞ്ഞെന്നും ഉക്രൈനിൽ നിന്നല്ല ഇത് വിക്ഷേപിച്ചത്, പകരം റഷ്യയിൽ നിന്ന് തന്നെയാണ് ഇത് വിക്ഷേപിച്ചതെന്ന് റഷ്യ അടക്കം സ്ഥിരീകരിക്കുന്നു. സൈബീരിയയിലെ 4 എയർഫീൽഡുകളിൽ ഉക്രൈനിയൻ ചാരന്മാരാണ് ഈ ആക്രമണം നടത്തിയെന്നും അതുമായി ബന്ധപ്പെട്ട ചിലരെ തങ്ങൾ അറസ്റ്റ് ചെയ്തതെന്നും റഷ്യ ഇതിനോടകം വ്യക്തമാക്കുന്നു. ഈ ഡ്രോണുകൾ ഒളിപ്പിക്കാൻ ഉപയോഗിച്ച ട്രക്കിന്റെ ഡ്രൈവർ അടക്കം ഇപ്പോൾ റഷ്യൻ ഉദ്യോഗസ്ഥരുടെ കസ്റ്റഡിയിലാണ്. കഴിഞ്ഞ ദിവസത്തെ ഈ ആക്രമണത്തിൽ റഷ്യയുടെ 2 വ്യോമസേനാ താവളങ്ങളിൽ ഉണ്ടായിരുന്ന നഷ്ടമെന്ന് പറയുന്നത് പറഞ്ഞു തീർക്കാൻ കഴിയാത്തതാണ്. നിരവധി പോർമുനകളാണ് അവർക്ക് തകർന്നു പോയിരിക്കുന്നത്. $7 ബില്യൺ നഷ്ടം റഷ്യയ്ക്ക് ഇതിലൂടെ ഉണ്ടായിരിക്കുന്നുവെന്നാണ് കണക്കുകൂട്ടലും. ഓപ്പറേഷൻ സ്പൈഡർ വെബ് എന്ന ഈ ആക്രമണ ദൗത്യം 1.5 വർഷം കൊണ്ടുള്ള ഒരു സ്ട്രാറ്റജിക് ഓപ്പറേഷനായി തന്നെയാണ് അവർ പറയുന്നത്. 117ഓളം ഡ്രോണുകളാണ് ഇതിനുവേണ്ടി ഉക്രൈൻ ഉപയോഗിച്ചത്. ഒരു ഡ്രോൺ പോലും പാഴായി പോയില്ല എന്ന് തന്നെയാണ് ഇതിന് പിന്നാലെ അവർ വ്യക്തമാക്കുന്നത്. ഉക്രൈനെതിരെ ദീർഘദൂര മിസൈലുകൾ തൊടുക്കാൻ ഉപയോഗിക്കുന്ന TU-95, TU-22 പോർമുനകളുടെ വ്യോമത്താവളങ്ങൾ തന്നെയായിരുന്നു ഈ ആക്രമണങ്ങൾ തകർന്നു പോയത്. ആണവശേഷിയുള്ള 41 പോർവിമാനങ്ങൾ തകർന്നുവെന്നാണ് വിവരം ലഭിക്കുന്നത്. ഇതിന്റെ ചിത്രങ്ങളും വീഡിയോ ദൃശ്യങ്ങളുമൊക്കെ ഇതിനോടകം തന്നെ ഉക്രൈൻ പുറത്തുവിട്ട് കഴിഞ്ഞിരിക്കുന്നു. 2022 ഉക്രൈനിൽ റഷ്യൻ അധിനിവേശം തുടങ്ങിയതിന് പിന്നാലെ റഷ്യയെ ലക്ഷ്യമിട്ടുകൊണ്ട് ഒട്ടനവധി ഉക്രൈനിയൻ ഡ്രോണുകൾ പാഞ്ഞെടുത്തിരുന്നു. പക്ഷേ ഒന്ന് തന്നെ ഇതുവരെയും അകത്ത് കടന്നിരുന്നില്ല, ഇതുവരെയും മാരകമായൊരു പ്രഹരം ഏൽപ്പിച്ചിരുന്നില്ല. പക്ഷേ അതിൽ നിന്നൊക്കെ തന്നെ വളരെ വ്യത്യസ്തമായൊരു ആക്രമണമായിരുന്നു കഴിഞ്ഞ ദിവസം ഉണ്ടായത്. വ്യോമതാവളങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഈ ഡ്രോണുകൾ റഷ്യയുടെ 34% ക്രൂസ് മിസൈലുകൾക്ക് നേരെ ആക്രമണം നടത്തിയെന്നാണ് ഉക്രൈൻ പറയുന്നത്. റഷ്യ അവരുടെ ആയുധശേഷി ഈ അടുത്ത് തന്നെ വർദ്ധിപ്പിച്ചിരുന്നു. ജർമ്മൻ സൈനിക മേധാവി ഇക്കാര്യം എടുത്തു പറയുന്നുണ്ട്. പുതുതായി 1500 ടാങ്കുകൾ റഷ്യ നിർമ്മിച്ച് പുറത്തിറക്കി. 100 കണക്കിന് പീരങ്കി സംവിധാനങ്ങൾ റഷ്യയിലെ ആയുധ ഫാക്ടറികളിൽ ഒരുക്കി. പുതുതായി നിർമ്മിച്ച യുദ്ധോപകരണങ്ങൾ റഷ്യ ഉക്രൈന് നേരെ ആയിരിക്കില്ല ഉപയോഗിക്കുന്നത്, പകരം ഇതൊക്കെ തന്നെ നാറ്റോ സഖ്യരാജ്യങ്ങൾക്ക് മേൽ തന്നെ ആയിരിക്കും ഉണ്ടാകുക. അതിൽ എടുത്തു പറയേണ്ടത് ബാൾട്ടിക് രാജ്യങ്ങൾ തന്നെയാണ് ഇതിൽ ഭയക്കേണ്ടതെന്നുള്ള മുന്നറിയിപ്പും ജർമ്മനിയുടെ ഭാഗത്തു നിന്ന് ലഭിച്ചിരുന്നു. നേരത്തെ ഉക്രൈനുമായിട്ടുള്ള യുദ്ധം കഴിഞ്ഞാൽ പുടിൻ അടുത്തതായി ലക്ഷ്യം വെക്കുന്നത് ലിത്വാനിയ ആയിരിക്കുമെന്നുള്ള റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു. 2029 തന്നെ പുടിൻ നാറ്റോ സഖ്യരാജ്യങ്ങൾക്കെതിരായിട്ടുള്ള ഒരു വലിയ യുദ്ധത്തിന് കോപ്പ് കൂട്ടുന്നു എന്നാണ് പ്രതിരോധ വിദഗ്ധരടക്കം പറയുന്നത്. ലിത്വാനിയയെ കൂടാതെ പോളണ്ട്, റഷ്യ, ബെലാറസ് എന്നിവയുമായി അതിർത്തി പങ്കിടുന്ന സുവാൽക്കി ഗ്യാപ്പ് എന്ന മേഖലയിൽ തന്നെ റഷ്യ സൈനിക പ്രവർത്തനങ്ങൾ നടത്തിപ്പോരുന്നു എന്നുള്ള സൂചനയും നമുക്ക് ലഭ്യമായിരുന്നു. നാറ്റോ സഖ്യരാജ്യങ്ങളിൽ പലരും പരസ്പര ശത്രുക്കളായി മാറിയ ഒരു സാഹചര്യം കൂടി ഉണ്ടായിരിക്കുന്നു. അമേരിക്ക അടക്കം പിൻവലിഞ്ഞിരിക്കുന്ന ഒരു ഘട്ടം ഉണ്ടായിരിക്കുന്നു. അപ്പോൾ എങ്ങനെയാണ് ഒറ്റക്കെട്ടായി റഷ്യയെ നേരിടുക, എങ്ങനെയാണ് ഇതിന്റെ ഭാരിച്ച സാമ്പത്തിക ബാധ്യത താങ്ങുക, ഇങ്ങനെയുള്ള പല ആശങ്കകളും ഈ സാഹചര്യത്തിൽ ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഫിൻലൻഡും സ്വീഡനും ഒക്കെ തന്നെ ഈ കൂട്ടായ്മയിൽ ഒന്നിച്ചുകൊണ്ട് എങ്ങനെയും ഇതിനെ ചെറുക്കാനും ഇതിനെ അവസാനിപ്പിക്കാനുമായിട്ടുള്ള ഒരു നീക്കത്തിലേക്ക് തന്നെയാണ് പോകുന്നത്.